ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് എന്നെ എന്തെങ്കിലും ചീത്തവിളി എന്ത് കാര്യങ്ങളായാലും കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ കുറേ ആൾക്കാർക്ക് അയച്ച് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സൂ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ ടോക്കൻ്റെ പ്രൈസ് പ്രെഡിക്ഷനും അതേപോലെ തന്നെ പൗസിൻ്റെ റീസെൻ്റ്ലി ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റും എന്താണെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തതാണ്, പക്ഷേ യൂട്യൂബിലുള്ള ആൾക്കാർക്കും കൂടി യൂസ്ഫുൾ ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് സൂവിൻ്റെ പ്രൈസ് പ്രെഡിക്ഷൻ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോകുന്നത് ഈ സൂവിൻ്റെ എത്രത്തോളം ടോക്കൺസ് ആണ് എനിക്കുള്ളത്. 1713 ടോക്കൺസ് മാത്രമാണ് എനിക്കുള്ളത്. ഇതിൻ്റെ ടോട്ടൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു 240 ബില്യൺ സംതിങ് അത്രത്തോളം വലിയൊരു സപ്ലൈ ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഫ്രണ്ട്ലി യൂസിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ട്രാൻസാക്ഷന് വേണ്ടിയിട്ടും എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് ആ പ്രൊജക്റ്റിന് കുറച്ച് പൊട്ടൻഷ്യൽ കൂട്ടാൻ വേണ്ടിയിട്ട് അതിലൊരു 3 അവർ കളഞ്ഞ് ചെറിയൊരു സപ്ലൈ മാത്രമാക്കി മാറ്റിയിട്ടായിരുന്നു അവരെന്ത് ചെയ്ത്. എന്നാലും അതൊരു വലിയ സപ്ലൈ തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്, ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിൽ കിട്ടിയ ടോക്കൺസിൻ്റെയൊക്കെ എണ്ണം ഇപ്പോൾ റീസെൻ്റ്ലി നോക്കിയെന്ന് പറഞ്ഞാൽ അതങ്ങനെ എന്താണ് പാതിയായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഒരു 3-4 മടങ്ങായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. എന്താണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് 1 ലക്ഷം സംതിങ് ടോക്കൺസ് ഉണ്ടായിരുന്നത് എനിക്ക് വെറും 1700 സംതിങ് ടോക്കൺസ് മാത്രമായി. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺസ് ഉണ്ടെന്ന് നിങ്ങൾ താഴെ വന്ന് പറയാം. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് പ്രെഡിക്ഷൻ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഒരു ഗ്യാസ് ഫീൻ്റെ ഒരു കാര്യം ഞാൻ എന്ത് ചെയ്തു, നമ്മളിപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് കുറച്ച് ഇൻഫർമേഷൻ കിട്ടും. ആ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നേരെ എൻ്റെ ചാനലിലേക്ക് വരുന്നുണ്ട്. എൻ്റെ ചാനലിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫീ ആയിട്ട് 4545 സൂ ടോക്കൺ ആൾമോസ്റ്റ് $0.49 അവിടെ എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത്. അപ്പോൾ ഈ കാര്യം അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു ടോക്കൺ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഒരു കാര്യം ഒന്നും പെട്ടെന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. 4544 ടോക്കൺസ് അവിടെ ഫീ ആണെങ്കിൽ അവിടെ $0.49 ആണ് അതിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഈ 0.49 ഡിവൈഡഡ് ബൈ 4545 ടോക്കൺ ചെയ്തെന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ട് അപ്രോക്സിമേറ്റ്ലി ഒരു ടോക്കണ് എത്രത്തോളം വാല്യൂ കിട്ടുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ 1 സൂ എന്ന് പറഞ്ഞിട്ടുള്ള എത്ര വാല്യൂ എന്ന് പറഞ്ഞാൽ $0.000178 ആയിരിക്കും അപ്രോക്സിമേറ്റ്ലി നമ്മുടെ ഈ ഒരു ടോക്കൺ വരിക. അപ്പോൾ ഈ ഒരു വാല്യൂ ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു മാർക്കറ്റ് ക്യാപ്പൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നുണ്ടാവുള്ളൂ. 24 മില്യണോ സംതിങ് മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു വാല്യൂ വരും. അപ്പോൾ ഇതെന്തായാലും പോസിബിൾ ആണെന്ന് തോന്നിയ കാരണമാണ് ഞാൻ എന്ത് ചെയ്തത്, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത്. അപ്പോൾ എനിക്ക് എത്രത്തോളം ടോക്കൺസ് ഉണ്ടായിരുന്നു, എനിക്ക് ടോക്കൺസ് ഉണ്ടായിരുന്നത് 1713 ടോക്കൺസ് മാത്രമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നേരെ കാൽക്കുലേറ്റർ എടുക്കുന്നുണ്ട്. അപ്പോൾ 1713 ടോക്കൺസ് ഇൻറ്റു എൻ്റെ പ്രെഡിക്റ്റഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ 0.30 കഴിഞ്ഞിട്ട് 1078 ആണെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്നത് വെറും 18 രൂപയാണ് സൂ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. ഇതൊരിക്കലും ഞാൻ ചെറുതായി കാണുന്നില്ല. എന്താണെന്ന് പറഞ്ഞാൽ സൂ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് നല്ല പ്രൊജക്റ്റ് തന്നെയായിരുന്നു. അതിൻ്റെ സപ്ലൈ നിങ്ങൾക്ക് എടുത്ത ടോക്കൺസ് എല്ലാം നല്ലത് തന്നെയായിരുന്നു. നിങ്ങൾക്ക് എന്താണ്, നമ്മളതിൽ കൂടുതൽ ആക്റ്റീവായ ആൾക്കാർക്ക് ഇല്ലെങ്കിൽ അതിൽ ഒരുപാട് റെഗുലറായിട്ട് ഡെയിലി ചെക്ക് ഇൻ ചെയ്ത ആൾക്കാർക്കും ഡെയിലി ഫീഡ് ചെയ്ത ആൾക്കാർക്കുമായിരിക്കും നല്ലൊരു പ്രോഫിറ്റ് കിട്ടുക. നിങ്ങൾക്കിതിൽ ലക്ഷങ്ങളൊക്കെയാണ് ഇതിലുള്ളത് എങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് എന്താണ് ഇതിന് കിട്ടാനുള്ളൊരു പ്രൊജക്റ്റ് തന്നെയാണ് ഈ ഒരു സൂ ടോക്കൺസ് എന്ന് പറഞ്ഞ് ഇത് എക്സംപെയർ ബാക്കപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ മേജറായിട്ട് ഇത് എവിടെയൊക്കെയാണ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഫ്യൂച്ചറിന് പ്രൈസ് കിട്ടുമോ, ഇത് ഡെപ്പോസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പൈസ ഇത് കറക്റ്റായിട്ട് ഡെപ്പോസിറ്റ് ആവുമെന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്. അതും കൂടി ഞാൻ എന്ത് ചെയ്യാം ഇതിൽ പറഞ്ഞുതരാം. ഇത് മേജറായിട്ട് ലിസ്റ്റ് ആവാൻ പോകുന്നത് ഒന്ന് ക്യൂകോയിൻ ആണ്, അതേപോലെ തന്നെ വേറൊന്ന് ഗേറ്റ്വേ ആണ്, അതേപോലെ തന്നെ ബിറ്റ്ഗെറ്റിലും ഇത് എന്താവുന്നുണ്ട്, ഇത് ലിസ്റ്റ് ആവാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ വിഡ്രോ കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബിറ്റ്ഗെറ്റിൽ അവർ ചെയ്തിട്ടുള്ള ഒരു ചെറിയ പാർട്ടിസിപ്പേഷൻ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ടോക്കൺസ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ ബിറ്റ്ഗെറ്റിൽ അവിടെ ഡെപ്പോസിറ്റ് മിനിമം ലക്ഷങ്ങളായിരുന്നു. പക്ഷേ റീസെൻ്റ്ലി അതെന്തായിട്ടുണ്ട്, ചേഞ്ച് ആയിട്ടുണ്ട്. 200-300 സോറി ഫോർ ദ ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. അപ്പോൾ 200-100 ആയിട്ടുള്ള ഡെപ്പോസിറ്റ് ആയിട്ട് അവിടെ വീണ്ടും ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഒരിക്കലും അത് പോകുന്ന നിങ്ങൾ പേടിക്കരുത്. ബിറ്റ്ഗെറ്റിൽ ചെയ്ത ആൾക്കാരാണെങ്കിൽ അതെന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബിറ്റ്ഗെറ്റിൽ അതവിടെ കാണാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ബിറ്റ്ഗെറ്റിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ മിനിമം ഡെപ്പോസിറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 100 സൂ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഇതിനൊരു നല്ല വാല്യൂ ഒക്കെ വീണ്ടും ഞാൻ പറഞ്ഞതിനേക്കാളും വാല്യൂ വന്നു എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. ഇനി ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ എക്സംപെയർ ഇങ്ങനെയൊക്കെ ലിസ്റ്റായി ചെറിയൊരു വാല്യൂ ലിസ്റ്റായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു, ബൈബിറ്റിൽ കൊണ്ട് ലിസ്റ്റ് ചെയ്തു. ആ ബൈബിറ്റിൽ ലിസ്റ്റ് ചെയ്തപ്പോൾ ഈ ടോക്കണ് നല്ലൊരു വാല്യൂ കൂടാനും നല്ലൊരു വാല്യൂ കൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എക്സംപെയറിൻ്റെ പ്രൊജക്റ്റ് ആയ കാരണം അവർക്ക് അതിലൊരു കണക്ഷനും അതേപോലെ തന്നെ അവർ അതിലൊരു കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ സോഗോലെവ്സ്കി എന്നുള്ള പേരൊക്കെ പറഞ്ഞ തെറ്റിയായിട്ട് ഹാസ് എ ഗുഡ് റിലേഷൻ വിത്ത് ദ ബൈബിറ്റ് CEO.
ഹോപ്പ്ഫുള്ളി സൂ വിൽ ബി ലിസ്റ്റഡ് ഓൺ ദ ബൈബിറ്റ് ദിസ് ടൈം ജസ്റ്റ് ലൈക്ക് എക്സംബെയർ ആദ്യം ബൈബിറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇവർ എന്ത് ചെയ്തു, കുറച്ച് ഈ ടോക്കൺസ് ഒക്കെ ലിസ്റ്റ് ചെയ്ത് ആൾക്കാരൊക്കെ ട്രേഡ് ചെയ്ത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ ഇത് ബൈബിറ്റിൽ ലിസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഇത് ഞാൻ ഒരിക്കലും ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറയല്ല, നിങ്ങൾ വന്ന ഉടനെ സെല്ല് ചെയ്തിട്ട് നിങ്ങൾ വാല്യൂ ഒക്കെ കുറയുമ്പോൾ മേടിച്ചാൽ മതി. ഇൻസ്റ്റൻ്റ് ആയിട്ട് സെല്ല് ചെയ്യാൻ നോക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇത് ബൈബിറ്റിൽ ലിസ്റ്റ് ആവുന്ന എനിക്കൊരു 99% എന്താണ് വിശ്വാസമുണ്ട്. എക്സംബെയറിൻ്റെ അതേ ഒരു ഫോർമാറ്റ് തന്നെയാണ് ഇവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം മാർക്കറ്റ് ക്യാപ്പ് ഒക്കെ തന്നു എന്ന് പറഞ്ഞാൽ ഇതിന് നല്ല രീതിയിൽ തന്നെ ഒരു വാല്യൂ കിട്ടും. 100 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഒക്കെ തരികയാണെങ്കിൽ. പക്ഷേ ഇത്രത്തോളം ഒരു സപ്ലൈ ഉള്ള കാരണം ഇവരെന്ത് ചെയ്യും, മാർക്കറ്റ് ക്യാപ്പ് കുറച്ചിട്ട് ഇതിനൊരു ആൾക്കാർ കൂടുതൽ ട്രേഡ് ചെയ്യിപ്പിച്ച് ഇതിനൊരു വാല്യൂ ഒക്കെ കുറയുമ്പോൾ ഇവരെന്ത് ചെയ്യും, ബൈബിറ്റിൽ ലിസ്റ്റ് ചെയ്യാനായിരിക്കും അവരുടെ ഫ്യൂച്ചർ പ്ലാൻ. എന്തായാലും ഈ ഒരു എക്സംബെയറിൻ്റെ കമ്പനിയും അവർ കൊണ്ടുവരുന്ന ഓരോ പ്രൊജക്റ്റുകളും വളരെ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺസ് ഉണ്ട് എന്ന് താഴെ വന്ന് പറയുക. അപ്പം ഞാൻ നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റാണ് കിട്ടുക എന്നുള്ള കാര്യം കൂടി ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്ക് എത്രത്തോളം പ്രോഫിറ്റാണെന്ന് ചോദിച്ചാൽ വെറും 18 രൂപയായിരിക്കും എനിക്ക് ഇതിന് കിട്ടാൻ പോകുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കില്ല, നിങ്ങൾ എൻഗേജ്മെൻറ്റ് ആൾക്കാരായിരിക്കും, അതുവരെ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് തന്നെ കിട്ടും. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് നമ്മുടെ പൗസിൻ്റെ അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഈ പൗസിൻ്റെ അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി അവർ എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയൊരു ടാസ്കും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ആ ടാസ്കിലൊക്കെ കയറിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്, ആ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. റീസെൻ്റ്ലി വന്നിട്ടുള്ള അപ്ഡേറ്റ് ഇവർ പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ടോക്കൺ അലോക്കേഷൻ ചെക്കർ ലൈവ് ആവാൻ പോവാണ്. അപ്പോൾ റീസെൻ്റ്ലി അവർ ഇട്ടിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ലോക്കിൻ ഫോർ ദ അലോക്കേഷൻ ചെക്കർ ഡ്രോപ്പിംഗ് ഇൻ ദ കമ്മിങ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇനി ഫ്യൂച്ചർ ഡേയ്സിൽ അല്ലെങ്കിൽ ഒരു വിത്തിൻ ഒരു 3 or 4 ഡേയ്സിൽ എന്താണ് നമുക്ക് എത്രത്തോളം ടോക്കൺസ് കിട്ടും എന്നുള്ളൊരു കാര്യം നമുക്കറിയാൻ പറ്റും. അതേപോലെ തന്നെ റൂമറായിട്ട് നടക്കുന്ന ഫെബ്രുവരി 27 ലിസ്റ്റ് ആവും എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഫെബ്രുവരി 27 തന്നെ ലിസ്റ്റ് ആവും. നമ്മുടെ എന്താണ് ഒരു ഡേറ്റ് പ്രഡിക്ഷൻ എപ്പോഴായിരുന്നു, ഫെബ്രുവരി 25 മുതൽ മാർച്ച് 5 ഉള്ളിൽ എന്തായാലും ലിസ്റ്റ് ആവുന്നതായിരുന്നു. മോസ്റ്റ്ലി തന്നെ ഇത് ഫെബ്രുവരി തന്നെ ലിസ്റ്റ് ആവാനുള്ള ചാൻസുകളുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ടോപ്പ് 1 പ്ലെയർ എന്താണ് ഇന്നെലിജിബിൾ ആയോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അങ്ങനെ ഇന്നെലിജിബിൾ ഒന്നും ആവില്ല. അവർക്കൊക്കെ പ്രോഫിറ്റ് കിട്ടും, അവരൊക്കെ കമ്മ്യൂണിറ്റിനെ അത്രത്തോളം സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള റൂമറുകളൊന്നും വിശ്വസിക്കരുത്. ഞാനും ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ പറയുന്നത് അതൊരിക്കലും ശരിയാണോ തെറ്റാണോ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രൊജക്റ്റൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വളരെ പങ്ക് കൊടുക്കുന്ന ഒരു കാര്യങ്ങളാണ് അവരുടെ പ്രൊജക്റ്റ് ഇല്ലെങ്കിൽ അവരുടെ ടീം ചെയ്യുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ വിചാരിക്കരുത്. പക്ഷേ നല്ലൊരു പ്രോഫിറ്റ് പൗസിൽ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മേ ബി നല്ലൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. ആൾമോസ്റ്റ് കുറേ ആൾക്കാർ ഇന്നെലിജിബിൾ ആയിട്ടുണ്ട്, അത് കാരണം നല്ലൊരു പ്രോഫിറ്റ് എല്ലാവർക്കും കിട്ടട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ഇതിൽ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് എന്താണ് നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. ഇപ്പോഴും ഇതിൽ എലിജിബിൾ ആണോ ഇല്ലെങ്കിൽ എലിജിബിൾ അല്ലേ എന്നുള്ളൊരു ഡൗട്ട് കുറേ ആൾക്കാർക്കുണ്ട്. നിങ്ങൾ ആദ്യം തന്നെ കയറിയിട്ട് ക്ലെയിം സെഷനിൽ കയറിയിട്ട് നിങ്ങൾക്ക് അവിടെ കൺഗ്രാജുലേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്, യു ആർ എലിജിബിൾ എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എലിജിബിൾ ആണെന്ന് മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾ അവിടുത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനോ അവിടെയുള്ള ഇൻഡു മാർക്ക് കാണാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. നമുക്കിതിൽ അവിടെ കയറിയിട്ട് അവിടെ കൺഗ്രാജുലേഷൻ യു ആർ എലിജിബിൾ ആണെന്നെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ എലിജിബിൾ ആണ്, ഞാനത് കാണിച്ചു തരാം. കുറേ പേർക്ക് ഇങ്ങനെയുള്ള സിമ്പിൾ ഡൗട്ടുകളാണ്. അപ്പോൾ ആദ്യം തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനും നമുക്ക് കുറച്ച് സമയം തന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ട് എലിജിബിളിലേക്ക് കയറാനും കുറച്ച് സമയം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 76 മില്യൺ ആൾക്കാരിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ 7 മില്യൺ പ്ലേയേഴ്സിലേക്ക് ആക്കി അവരെന്തായി കുറഞ്ഞു. അപ്പോൾ അത്രത്തോളം കുറയുമ്പോൾ ആർക്കാണ് ഉപകാരം, നമുക്ക് തന്നെയാണ് ഉപകാരം എന്ന് മനസ്സിലാക്കുക. നേരെ ഇവിടെ വെബ് എടുക്കുക, എന്നിട്ട് ബ്രൗസറിലേക്ക് വരിക, എന്നിട്ട് ഇവിടെ ക്ലെയിം സെഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എലിജിബിലിറ്റി ചെക്കിൽ ഇവിടെ എവിടെ ഇൻഡു ഉണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട, ഫസ്റ്റത്തെ ആ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ മാത്രം, ഈ 4 നേരെ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ മാത്രം നിങ്ങൾ എന്തായി എലിജിബിൾ ആയി. അതേപോലെ തന്നെ ഞാനിവിടെ നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. ഈ കൺഗ്രാജുലേഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ 100% എലിജിബിൾ ആണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൻ്റെ ടോക്കൺ പ്രഡിക്ഷനും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നമുക്കിത് എത്രത്തോളം സപ്ലൈ ഉണ്ട് എന്ന് ഒരു കണക്കുകൂട്ടലൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടാനും ആക്കാനുള്ളൊരു ഇതൊക്കെ ചെയ്യാം. ഞാൻ ആൾറെഡി സപ്ലൈ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പ്രിഡിക്റ്റഡ് ആണ്. നമുക്ക് എന്തായാലും ഒഫീഷ്യലായിട്ട് കിട്ടുമ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ പ്രൈസ് പ്രിഡിക്ഷൻ നടത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സൂവിൻ്റെ കാര്യം അതേപോലെ തന്നെ പൗസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ടെലിഗ്രാം ചാനലിൽ കയറാത്ത ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് ടെലിഗ്രാം ചാനലിൽ കയറുക. കുറേ ലൂട്ട്സിൻ്റെ ലൂട്ട്സും അങ്ങനെ പൈസ കിട്ടേണ്ട കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് കയറി എന്ന് പറഞ്ഞാൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് കയറുക. ഞാനിവിടെ കാണിച്ചു തരാം. ഒരുപാട് പൈസ കിട്ടുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ഗൂഗിൾ പേക്ക് ഞാൻ എല്ലാ വീഡിയോയും കാണിച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് ഇതിലൊക്കെ കയറിയിട്ട് വെറുതെ UPI കൊടുത്തിട്ട് വെറുതെ ഒരു അക്കൗണ്ട് KYC കംപ്ലീറ്റ് ചെയ്ത് ലൈഫ് ടൈം ഫ്രീ ഡിമാൻഡ് അക്കൗണ്ട് എടുത്താൽ തന്നെ നിങ്ങൾക്ക് എന്താണ് 171 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് കയറും. ഒരുപാട് ലൂട്ട്സ് ഉണ്ട്. ഇത് 3 മാത്രമല്ല, ഞാനിപ്പോൾ ഇത് 3 ഇപ്പോൾ ഷെയർ ചെയ്തെന്നുള്ളൂ. കുറേ ആൾക്കാർക്ക് എന്താണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞ കാരണമാണ് ഏഞ്ചൽ വൺ പറഞ്ഞു തരുന്നത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വിത്തിൻ 7 days ആണ് കിട്ടുക. അപ്പോൾ ഒരുപാട് ലൂട്ട്സ് അവിടെ കിടക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് പൈസ കിട്ടുന്ന സംഭവങ്ങൾ തന്നെയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യുക. കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തെന്ന് പറഞ്ഞാൽ അവർക്കും അത്
കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ചെയ്യിപ്പിച്ചാൽ മതി. വെറുതെ ഒരു കാര്യങ്ങളൊന്നും ചെയ്യരുത്. പെട്ടെന്ന് ചാടിക്കയറി ആ ലിങ്ക് ഈ ലിങ്ക് എന്ന് പറഞ്ഞാൽ ആരും കയറില്ല. ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, എന്നിട്ട് മനസ്സിലായ ആൾക്കാർ മാത്രം കയറിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.